നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. നിക്ഷേപ അവസരങ്ങൾ. കഴിഞ്ഞ വർഷത്തെ നേട്ടം 38%, ഈ വർഷം ഇതുവരെ 39%. 3 വർഷത്തിനുള്ളിൽ 100% റിട്ടേൺ, അതായത് ഇരട്ടി ലാഭം ഏറ്റവും മികച്ച അസറ്റ് ക്ലാസ്സായി മാറുകയാണ് സ്വർണം. ആഭരണം, ETF, സ്വർണം, അധികമായ എക്സ്ചേഞ്ച് ട്രേഡുകൾ, ഫണ്ടുകളാണ്. കോയിൻ ഏത് രൂപത്തിൽ നിശ്ചയിച്ചവർക്കും വർഷങ്ങളായി സ്വർണം നൽകിയത് മികച്ച നേട്ടം. ആസ്തി വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അണിയുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയും സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ സവിശേഷതയാണത്. ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗം എന്നത് കാലങ്ങളായി സ്വർണത്തിന് ലഭിച്ചിട്ടുള്ള പേര്. ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ വൻകിട നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നത് അതുകൊണ്ടാണ്. കോവിഡിന് ശേഷം ആഗോള വിപണിയിലെ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ കാർമേഘങ്ങൾ ഒഴിയാത്തതിനാൽ വൻകിട നിക്ഷേപകരെല്ലാം സ്വർണം വാങ്ങൽ നിർബാധം തുടരുകയാണ്. ലാഭമെടുക്കുന്നതിനായി പോലും കാര്യമായ വിൽപ്പന നടക്കാത്തതിനാൽ വിലയിൽ കാര്യമായ തിരുത്തൽ ഉണ്ടാകുന്നില്ല. വില ഇത്രയും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഇനിയും വാങ്ങൽ സാധ്യമാണോ? സ്വർണ്ണ നിക്ഷേപത്തിന് ഇനിയും അവസരങ്ങളുണ്ടോ? വില കുറയുന്ന സാധ്യതകളുണ്ടോ? തുടങ്ങിയവയാണ് പുതിയ നിക്ഷേപകർക്ക് അറിയേണ്ടത്. സ്വർണവും ഫെഡ് പലിശയും. സ്വർണ്ണവില നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ അടിസ്ഥാന പലിശ. പലിശ നിരക്കിൽ വരുന്ന വ്യത്യാസങ്ങൾ ഡോളറിൻ്റെയും മറ്റു കറൻസികളുടെയും സ്വർണത്തിൻ്റെയും ഓഹരികളുടെയും മൂല്യത്തിൽ ചലനമുണ്ടാക്കും. 17 ഫെഡ് റിസർവ് പലിശ നിരക്ക് 0.5% കുറവ് വരുത്തുമെന്ന് മോർഗൻ സ്റ്റാൻലി, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ 0.5% ഇളവ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പലിശ നിരക്കിൽ ഇളവുണ്ടായാൽ ബാങ്ക് നിക്ഷേപത്തിൻ്റെ പലിശയും ബോണ്ടും വരുമാനവും കുറയും. ഇത് ഡോളറിനെ ദുർബലമാക്കുകയും മറ്റ് നിക്ഷേപങ്ങളിലേക്ക് വൻകിട നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യും. നിക്ഷേപകർ വീണ്ടും സ്വർണം വാങ്ങാമെന്നുള്ള തീരുമാനമെടുത്താൽ സ്വർണം ഡിമാൻഡ് ഉയരുകയും വില ഇനിയും ഉയരുകയും ചെയ്യും. അതേസമയം വികസ്വര രാജ്യങ്ങളിലെ ഓഹരി വിപണികളിലേക്ക് നിക്ഷേപം വ്യാപിപ്പിക്കാമെന്ന തീരുമാനമെടുക്കുന്നതെങ്കിൽ സ്വർണ്ണ ഡിമാൻഡിൽ അല്പം കുറവുണ്ടായേക്കാം. പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ ഓഹരി വിപണികളിൽ കഴിഞ്ഞ വ്യാപാര ദിവസങ്ങളിൽ ഉണർവ് പ്രകടനമായിരുന്നു. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഓഹരികളിലേക്ക് മുൻപത്തെ പോലെ തിരിച്ചെത്തിയാൽ സ്വർണത്തിന് അല്പം മങ്ങലേൽക്കാം. കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ. ഉയർന്ന വിലയിലും കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ തുടരുകയാണ്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രം കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയത് 10 ടണ്ണാണ്. കഴിഞ്ഞ 9 മാസങ്ങളിലായി ചൈന വാങ്ങിയത് 36 ടൺ സ്വർണമാണ്. വികസ്വര രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളാണ് സ്വർണം വാങ്ങൽ മുൻനിരയിൽ. തീരുവ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ഡോളർ അനിശ്ചിതത്വം കുറയ്ക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള സ്വർണം വാങ്ങലും നടക്കുന്നുണ്ട്. കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള ഡിമാൻഡ് ഉയർന്നു തന്നെ തുടരുന്നത് സ്വർണ്ണവില കൂടാനിടയാക്കുന്നുണ്ട്. ഓഹരി വിപണിയിലെ ചലനങ്ങൾ. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ആഗോള ഓഹരികളിൽ തുടരുന്ന ഇടിവും സ്വർണ്ണവിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ തീരുവ നയങ്ങൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളും യുദ്ധങ്ങളും ഉണ്ടാകുകയാണ് വലിയ തോതിലുള്ള വില വർധനയ്ക്ക് ഇന്ധനമായത്. 2024 സ്വർണ്ണവില വർധന 38%-ഓളമായിരുന്നെങ്കിൽ ഈ വർഷം ഇപ്പോൾ തന്നെ 39% വർധന രേഖപ്പെടുത്തി കഴിഞ്ഞു. രാജ്യാന്തര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് $3653 എന്ന റെക്കോർഡ് നിലവാരത്തിലാണ്. 2026 പകുതിയിൽ സ്വർണ്ണവില $4000 കടക്കുമെന്ന പ്രവചനം ഗോൾഡ്മാൻ സാക്സ് നടത്തിയിട്ടുണ്ട്. 2026 അവസാനത്തോടെ $5000 വിലയിരുത്തലുമുണ്ട്. എന്നാൽ $3100 നിലവാരത്തിലേക്ക് തിരിച്ചിറങ്ങുമെന്നും പ്രവചനങ്ങളും വരുത്തുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ. റഷ്യ, യുക്രൈൻ, ഇസ്രയേൽ, ഹമാസ് ഉൾപ്പെടെയുള്ള യുദ്ധ സാഹചര്യങ്ങൾ, തീരുവ പ്രതിസന്ധികളെ തുടർന്ന് ലോകരാഷ്ട്രങ്ങൾ കൈക്കൊള്ളുന്ന പുതിയ തീരുമാനങ്ങൾ, കൂട്ടുകെട്ടുകൾ ഇവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കും. കൂടുതൽ രാജ്യങ്ങളുമായി US വ്യാപാര കരാറിലാക്കുകയും വ്യാപാര യുദ്ധഭീഷണി ഒഴിയുകയും ചെയ്താൽ സ്വർണ്ണ ഡിമാൻഡിൽ കുറവ് വന്നേക്കാം. ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾ തുടർന്നാൽ സ്വർണ്ണവില ഉയർന്നു തന്നെ നിൽക്കും. രൂപയുടെ തളർച്ച. രാജ്യാന്തര വിപണിയിലെ വിലയ്ക്കൊപ്പം ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യവും ഇവിടെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88 കടന്നതാണ് രാജ്യത്തെ സ്വർണ്ണവില ഇത്രയും ഉയരാൻ ഇടയാക്കിയത്. രൂപ തളരുന്നതിനനുസരിച്ച് ഇന്ത്യക്ക് സ്വർണം ഇറക്കുമതിയിലുള്ള ചെലവ് വർദ്ധിക്കും. ഇത് വില വർധനയ്ക്ക് കാരണമാകും. അതേസമയം ഓഹരി വിപണിയിലേക്ക് വിദേശ നിക്ഷേപം എത്തിയാൽ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടേക്കാം. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.